ശല്യത്താൽ പൊറുതിമുട്ടി എറണാകുളം മട്ടാഞ്ചേരി ഗവൺമെന്റ് GHSS. സ്കൂൾ സമയം കഴിഞ്ഞാൽ ഇവർ സ്കൂളിൽ അതിക്രമിച്ചു കയറും. ജനൽ ചില്ലുകളും നോട്ടീസ് ബോർഡും അടിച്ചു പൊട്ടിക്കും. സ്കൂളിലെ കുടിവെള്ള ടാങ്കിൽ കയറി കുളിക്കും. അടുക്കളയിൽ കയറി പാത്രങ്ങൾ വരെ നശിപ്പിച്ചു. സ്കൂളിലെ ലഹരി മാഫിയയുടെ അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും ന്യൂസ് മലയാളത്തിലൂടെ പ്രേക്ഷകർ കാണുകയാണ്. പോലീസിന് പരാതി നൽകിയിട്ട് നടപടിയില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. മക്കളെ സ്കൂളിലേക്ക് വിടാൻ ഭയമാണെന്ന് രക്ഷിതാക്കളും ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 8:50 എത്തുമ്പോൾ കാണുന്നത് അടുക്കളയുടെ മുമ്പിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന നല്ല കനമുള്ള പാത്രങ്ങളെല്ലാം പുറത്തിരിക്കുന്നു. ഈ വാർത്താ ബോർഡും ന്യൂൻമീലിൻ്റെ ബോർഡൊക്കെ എഴുതി വെക്കണ ബോർഡൊക്കെ ഇവിടെ തകർന്ന് പൈപ്പിണായി കിടക്കണം. എന്നെ കണ്ടതോടുകൂടി 2 പിള്ളേർ ഇവിടുന്ന് ഓടി. ഈ സ്കൂളിൻ്റെ ഡോറുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അകത്തിരുന്നു പെട്ടെന്ന് ഈ ഹോളിൽ കൂടി ആരെങ്കിലും അകത്ത് കയറി വാതിലടച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഇവിടെ ആരും അറിയാൻ പോണില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവന് തന്നെ ഒരു ഭീഷണി ഉള്ള സ്കൂളായിട്ടാണ് എനിക്കിത് മനസ്സിലായിരിക്കുന്നത്. ഇപ്പോൾ LKG ക്ലാസ് റൂം ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നതായിരുന്നു. ഒരു ദിവസം വരുമ്പോൾ അവിടുത്തെ ജനലിൻ്റെ ചില്ല് മുഴുവൻ അടിച്ച് തകർത്ത് ക്ലാസ്സിൽ മുഴുവൻ കുപ്പിച്ചില്ല് കിടക്കുകയായിരുന്നു. 2 ദിവസം അവധി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ മദ്യക്കുപ്പികളൊക്കെ കിടക്കണ കാണും. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ. അപ്പോൾ കുട്ടികൾ തന്നെ എന്തെങ്കിലും വൈകിട്ട് സാധനങ്ങൾ മറന്നുപോയി തിരിച്ചെടുക്കാൻ വരുമ്പോഴത്തേക്കും അത് ഇപ്പോൾ ഇവർ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാവില്ല കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹിക വിരുദ്ധരുടെ ശല്യം കുറേ നാളായി. ഞാനിപ്പോൾ 5 വർഷം ഇവിടെ വന്നിട്ട് ഞാനിവിടെ കാണാറുണ്ട്. സ്ഥിരം ഇത് പരിപാടികളാണ്. മട്ടാഞ്ചേരി ഗവൺമെന്റ് HSSലെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഫുനീസ അലിയാർ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ഒരു വലിയ വാർത്ത, സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വാർത്ത തന്നെയാണ്. ദൃശ്യങ്ങൾ സഹിതം പ്രതികരണങ്ങൾ സഹിതം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു സർക്കാർ സ്കൂളിലെ നടക്കുന്ന കാര്യങ്ങൾ, സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം, അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ നമുക്ക് ലഭിച്ചുവെങ്കിൽ ഓഫ് കോഴ്സ് സ്കൂൾ അധികൃതർ ഇക്കാര്യങ്ങളൊക്കെ പോലീസിനെയും അറിയിച്ചിട്ടുണ്ടാകും. അവരുടെ കയ്യിലും ദൃശ്യങ്ങളടക്കം ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിലൊന്നും ഇടപെടാതെ പോലീസ് ഈ മാറി നിൽക്കുന്നത്? നിലവിലൊരു സാഹചര്യം എന്താണ് അവിടുത്തെ? ഗുഡ് മോർണിംഗ് സേതു. നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സർക്കാർ സ്കൂളിനകത്താണ് ഇങ്ങനെ ഒരു കൂട്ടം എല്ലാ ദിവസവും കയറി ഈ രീതിയിൽ അതിക്രമം കാണിക്കുന്നത്. എപ്പോഴൊക്കെ ഈ വാതിലുകളാണെങ്കിലും ജനലുകളൊക്കെ ആണെങ്കിലും ശരിയാക്കി വെച്ചാലും അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് ശരിയാക്കി വെച്ചാലും ഇത് വന്ന് അടിച്ചു തകർക്കുക, ഒരു രീതിയിലും ഈ സ്കൂളിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാത്ത രീതിയിലാണ് ഈ ലഹരി മാഫിയയുടെ ഒരു രീതിയിലുള്ള അതിക്രമം ഈ സ്കൂളിൽ നടക്കുന്നത്. കുറെ നാളുകളായി, അതായത് ഇതിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്നതല്ല, കുറെ വർഷങ്ങളായി സംഭവിക്കുന്നതാണ്. പലതവണ പോലീസിൽ പരാതിപ്പെട്ടതാണ്. പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നില്ല. ഇത് ആരൊക്കെയാണെന്ന് നാട്ടുകാർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് അവർ പേര് പറയാൻ തയ്യാറാകുന്നില്ല? ഭയം കാരണമായിരിക്കാം. ഈ കുട്ടികളും ഇവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്കും ഇത് പറയുവാനുള്ള ഭയമുണ്ട്. ഇത് ആരാണെന്നൊക്കെ ചോദിച്ചാലും കുട്ടികൾക്ക് പറയാനുള്ള ഭയമുണ്ട്. ഇവരുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള ആളുകളാണെന്നൊക്കെ കുട്ടികൾ ടീച്ചർമാരോട് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഇവരെ പിടിക്കാൻ പോലീസാണ് തയ്യാറെടുക്കേണ്ടത്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് ലാപ്ടോപ്പ് വരെ മോഷണം പോയിരുന്നു. പിന്നീട് HM തന്നെ ഇയാളെ കണ്ടെത്തി പോലീസിന് പിടികൂടി
പിടികൂടിയിട്ടും കാര്യമായ പിന്നെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ വളരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്കൂളിനോട് ഉണ്ടാകുന്നത്. സ്കൂളിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ സ്കൂളിന്റെ താഴത്തെ ജനലുകളൊന്നും തന്നെ ഇല്ല. ജനലുകളെല്ലാം ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവര് തകിടിലാണ് താഴത്തെ ജനലുകൾ. അതുകൊണ്ട് തടച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മഴ വന്ന് അടച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിനകത്തേക്ക് ഒരു രീതിയിലും വെളിച്ചം കയറില്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ നഴ്സറി കുട്ടികളുടേതാണെങ്കിൽ അവിടെയും ജനൽ ചില്ലുകൾ അടിച്ചു തീർത്തിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള കളിക്കാനുള്ള സാമഗ്രികളൊക്കെ ഉള്ളത് അതെല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഈ സിമെന്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നു. അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം ഈ അടുക്കളയിൽ കയറി കുക്കർ അടക്കമുള്ള സാധനങ്ങളൊക്കെ അതിന്റെ കൈപ്പിടിയും എല്ലാം നശിപ്പിച്ച് ഇവരത് വിൽപ്പനയ്ക്കാണോ ശ്രമിച്ചതെന്ന് അറിയില്ല. പോലീസിൽ ഇവർ പരാതിപ്പെട്ടതോടുകൂടി തിരിച്ച് പിറ്റേ ദിവസം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആ രീതിയിലാണ്. അതായത് ഒരു ദിവസം ഈ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു, പിറ്റേ ദിവസം ഇത് കൊണ്ടുവന്ന് വെക്കുന്നു. ഒരു സർക്കാർ സ്കൂളിലാണ് ഈ രീതിയിലുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ അവധിക്കാലത്ത് HM പറയുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ അവധിക്കാലത്ത് അവിടുത്തെ വാട്ടർ ടാങ്കിൽ കയറി കുളിക്കുകയാണ് ഈ പറയുന്ന ആളുകളുടെയൊക്കെ പ്രധാന പരിപാടി. അത് ഒരു ദിവസം വാട്ടർ ടാങ്ക് നിറച്ചിട്ടില്ലെങ്കിൽ ഇവർ സ്കൂളിലെ മറ്റു സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കും. അതുപോലെ തന്നെ ഈ സ്കൂളിൽ തന്നെ പച്ചക്കറിത്തോട്ടം ഉണ്ടായിരുന്നു, ഈ പൂക്കളുടെ ഒരു വലിയൊരു ഉദ്യാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇവയെല്ലാം തന്നെ ഈ കുട്ടികളുടെ ക്ലാസ് മുറികളുടെ മുമ്പിൽ തന്നെ ഈ പൂച്ചട്ടികൾ അടിച്ചു തകർത്ത മണ്ണും ചെളിയും എല്ലാം തന്നെ ഈ വരാന്തകളിൽ കിടക്കുന്ന എത്രത്തോളം കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ തലേദിവസം നട്ടുപോയ ചെടിച്ചട്ടികളും ചെടിയും എല്ലാം തന്നെ ശരി സൈഫു, നമ്മളിപ്പം ഈ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. നാടറിയുന്ന സ്ഥിതിക്ക് ഇനിയെങ്കിലും പോലീസ് ഇതിൽ ഇടപെടുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.